അപ്പോഴേതാണ്ട് നമ്മുടെ കൊമ്പൻ വഴുതനങ്ങ നിറയെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇതെടുത്തിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് വിളവെടുക്കാൻ വന്നതാണ്. അപ്പം എന്താ ഇത് കണ്ടോ, എന്തോ നീളമാണെന്ന് നോക്കിയേ. നമ്മുടെ സാധാരണ വഴുതനയുടെ ഒരു 3 ഇരട്ടി നീളമുണ്ട് ഒരു വഴുതനങ്ങയ്ക്ക് കേട്ടോ. അതേപോലെ ഇതിനകത്ത് ഒരുപാട് അരികളുമില്ല. അപ്പം നമ്മളിതാ ഇതൊരു 1/2 മീറ്ററിൽ കൂടുതൽ നീളമുള്ള വഴുതനയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വഴുതനങ്ങ. നമുക്ക് മെഴുക്ക് പുരട്ടാനും അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങയാണ്. ഹൈബ്രിഡ് വഴുതനയേക്കാളും നന്നായിട്ട് വഴുതനങ്ങ പിടിക്കുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അല്ലാതെ നാടനാണെന്ന് വിചാരിച്ചിട്ട് പിടുത്തക്കുറവൊന്നുമില്ല. നന്നായിട്ട് വഴുതനങ്ങയും പിടിക്കുന്നുണ്ട്. ഇതിലെ ഇല്ലിക്കമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിനെ ഇല്ലിക്കൊമ്പൻ വഴുതന എന്ന് പേര് വന്നത് കേട്ടോ. പേര് പോലെ തന്നെ നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ വേങ്ങേരി വഴുതനയുണ്ട്, എനിക്ക് ഈ ഒരു വഴുതനയുണ്ട്. അപ്പം നാടൻ ഇനെ വാങ്ങുമ്പോൾ നമുക്ക് വീണ്ടും വിത്തെടുത്തിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇത് കുറച്ചേറെ ഭാഗത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വിത്തൊക്കെ എടുത്തിട്ട് നമ്മൾ കുറേ ആവശ്യക്കാർക്കൊക്കെ സെയിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം എന്താ പഴുത്തെടുത്ത് അങ്ങ് മാറ്റുവാണ്. ബാക്കി അതിനകത്ത് ഇളം പരുവത്തിലുള്ള ഒരെണ്ണം എടുത്തിട്ട് ഞാനിന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഞാൻ സാധാരണ വഴുതന അരിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയാണ് എടുക്കുന്നത്. ഇപ്പം ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാനങ്ങനെ അരിഞ്ഞ് ചൂടുവെള്ളത്തിലിടുന്നില്ലേ. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഈ ഒരൊറ്റ വഴുതനയും ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ ഞാൻ ഈ വഴുതന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് ചേരുവകൾ നമുക്ക് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, കൈകൊണ്ടാണെന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം കൈകൊണ്ട് നന്നായിട്ട് പുരട്ടിയെടുത്താൽ മതി. നമ്മുടെ അടുപ്പിൽ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതീയിലിട്ടാണ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ പുറത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഇച്ചിരി തീ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിനകത്ത് മുളക് കൂടെ ചേർത്തിട്ടില്ല. മുളക് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടിയിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കങ്ങനെ ഇതിൻ്റെ കൂടെ ഒന്ന്